എന്താണ് മുംബൈ ഇന്ത്യൻസിന് പറ്റിയത്? ഒരുപാട് പോരായ്മകളുണ്ട് മുംബൈ ഇന്ത്യൻസ്. പക്ഷെ എന്താണ് ഇത്രയും മികച്ച ലൈനപ്പ് ഉണ്ടായിട്ടും ഇത്രയും മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും മുംബൈക്ക് ഒരുപാട് നാണക്കേടാണ് ഇന്നത്തെ മത്സരം ഉണ്ടാക്കി കൊടുത്തത്. സ്വന്തം ഹോം ഗ്രൗണ്ടിൽ നാണം കെട്ട് തോറ്റു. അവരുടെ ചരിത്രത്തിൽ തന്നെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സി എസ് കെക്കെതിരെ ആദ്യമായിട്ടാണ് മുംബൈ ഓൾ ഔട്ട് ആവുന്നത്. മുംബൈയുടെ ഏറ്റവും ലോവസ്റ്റ് സ്കോറാണ് സി എസ് കെക്കെതിരെ ഇന്നത്തെ മത്സരം. സി എസ് കെയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വിന്നാണ് മുംബൈക്കെതിരെ ഇന്നത്തെ മത്സരം. പിന്നെ സി എസ് കെയുടെ ഒരു ബാറ്റർ മുംബൈക്കെതിരെ സെഞ്ചുറി നേടുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരുപാട് മോശപ്പെട്ട റെക്കോർഡുകളാണ് മുംബൈക്ക് സ്വന്തമാക്കാൻ പറ്റിയത്. മത്സരത്തിൻ്റെ 40 ഓവറും കളി സി എസ് കെയുടെ കയ്യിൽ തന്നെയായിരുന്നു. അവിടെ ഒരു ആധിപത്യം പോലും മുംബൈക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. മുംബൈയുടെ ബാറ്റിംഗ് അമ്പേ പരാജയം. 3 വിക്കറ്റ് തുടക്കത്തിൽ പോയി. പക്ഷെ പിന്നീട് മുംബൈ ടെസ്റ്റാണ് അങ്ങോട്ട് കളിച്ചത്. ജയിക്കാനുള്ളൊരു ശ്രമം നടത്തേണ്ടത്. ഇത് അതില്ല. 208 റണ്ണാണ് ചേസ് ചെയ്യുന്നത്. ഒന്ന് ടച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അറ്റാക്ക് കൊടുക്കണ്ടേ. ഇത് മത്സരിച്ച് മുട്ടി കളിക്കുന്നു തിലകും സൂര്യൻ. ഇത് എന്ത് കളിയപ്പോൾ ഇത്? അങ്ങനെ ഒരു മേഖലയിൽ മുംബൈക്ക് ഒന്ന് പൊരുതാൻ പോലും പറ്റിയില്ല എന്നത് സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഹാർദിക് പാണ്ഡ്യൻ്റെ ക്യാപ്റ്റൻസിയിലൊക്കെ ഒരുപാട് പോരായ്മ ഉണ്ട് കേട്ടോ ഹാർദിക് പാണ്ഡ്യൻ്റെ. അതുകൊണ്ട് തന്നെ മുംബൈ വലിയ രീതിയിൽ ഇന്ന് പരാജയപ്പെട്ടു. മാറ്റങ്ങൾ നിർബന്ധമാണ്. പിന്നെ വിൽ ജാക്സൺ എന്തുകൊണ്ട് ഇറക്കിയില്ല എന്നത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ജാക്സൺ ഇഞ്ചുറിയും കാര്യങ്ങളൊന്നുമില്ല. ജാക്സൺ എന്ന് ശരിക്കും ഇറക്കിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ജാക്സൺ ജയിപ്പിക്കുമെന്നല്ല. ജാക്സൺ ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ കളിയുടെ ഗതി ഒന്ന് മാറുമായിരുന്നു. മാറ്റാൻ കെൽപ്പുള്ള പ്ലെയറാണ്, ഫോമിലാണ് വിൽ ജാക്സൺ. അത് മുംബൈയുടെ മണ്ടത്തരമായി പോയി. മുംബൈ തിരിച്ചു വരണം. കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമുക്ക് നോക്കാം.